എല്ലാ കുട്ടികൾക്കും മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇനിയിപ്പോഴുള്ളത് ഏറ്റവും അടുത്തുള്ള എൻട്രൻസ് സ്കീമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ NDA ഉണ്ട്. NDA ആണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ കുട്ടികളും നല്ല രീതിയിൽ കൂടെ എഴുതാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. നല്ലൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. കാരണം നമ്മുടെ സൗത്തിൽ നിന്നും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും ഈ NDA എക്സാമിന് അറ്റൻഡ് ചെയ്യുന്നവരുടെ എണ്ണം നന്നേ കുറവാണ്. പിന്നെ മറ്റൊരു പോസിറ്റീവ് ഞാനൊരു ന്യൂസ് കേട്ടത്, നമ്മുടെ NDA അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടികൾക്ക് കേരള സ്റ്റേറ്റിൻ്റെ വക 2 ലക്ഷം രൂപ സ്കോളർഷിപ്പ് ഉണ്ടെന്നുള്ള ഒരു ന്യൂസ് കേട്ടുണ്ട്. സത്യം തന്നെയാണ് തോന്നുന്നത് കേട്ടോ, കള്ളമല്ല, സത്യം തന്നെയാണ് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടെങ്കിലും കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ എണ്ണം വളരെ വളരെ കുറവാണ്. അപ്പോൾ അതൊക്കെ ഒരു മാറ്റം വന്ന് ഇത്തിരിയോടൊക്കെ നല്ല രീതിക്കൂടെ കുട്ടികൾ എഴുതാൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങോട്ട് അടിപൊളിയായിട്ട് പഠിച്ച് എഴുതട്ടെ. ഇന്ന് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ അങ്ങോട്ട് കയറുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇൻ്റഗ്രൽ 0 to 4 മോഡുലസ് ഓഫ് x-2 dx. ഓക്കെ, 0 to 4 മോഡുലസ് x-2 dx. ഈ ക്വസ്റ്റ്യനെ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഷോർട്ട് കട്ട് കൊണ്ട് അതിൻ്റെ മീനിങ് വെച്ചുകൊണ്ട് ചെയ്യാം. മീനിങ് വെച്ചുകൊണ്ടാകുമ്പോൾ നമ്മൾ x-2നെ നമ്മൾ 0 ഇക്വേറ്റ് ചെയ്യണം. x-2 0 എന്ന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ x എത്ര കിട്ടും? 2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവിനെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് രണ്ടായിട്ട് മാറുമോനെ, ദാറ്റ് ഈസ് 0 to 2 പിന്നെ 2 to 4 ഇങ്ങനെ രണ്ടായിട്ട് മാറും കേട്ടോ. ഈ കിട്ടുന്ന ആൻസറാണ് അത് സ്പ്ലിറ്റിംഗ് ലിമിറ്റായിട്ട് മാറുന്നത്. അപ്പോൾ 0 to 2, 2 to 4. ഇനി ഇവിടെ എഴുതുമ്പോൾ ഈ x-2 എഴുതണം -ഇട്ട്, മറ്റേത് x-2 പ്ലസ്സിലും എഴുതണം. ആ മോഡുലസ് ഓഫ് x-2 എന്ന് പറഞ്ഞാൽ +or -2 ആണ്. അതിനകത്ത് മൈനസ് വാല്യൂ വേണം ഇവിടെ എഴുതാൻ, ഇത് പ്ലസ് വാല്യൂ ആണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, എന്തെങ്കിലും നമുക്ക് നോക്കിക്കുക, 0ക്കും 2നും ഇടയ്ക്കുള്ള ഏത് നമ്പർ ഈ എക്സിൻ്റെ പ്ലേസിൽ കൊടുത്താൽ ഇയാൾ എന്തായിക്കോളും? പോസിറ്റീവ് ആയിക്കോളും. എന്തുകൊണ്ടാണ്? അപ്പോൾ നോക്കിയാൽ 0ക്കും 2നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ കൊടുത്ത് 1. 1 - 2 എന്താ പറയുക? 1 - 2 -1. ഈ -1 ചേരുമ്പോൾ പ്ലസ്. അതാണ് മോഡുലസിൻ്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആണുണ്ടായോ. 2 to 4നുള്ളിൽ x-2 എന്നുള്ളത് എപ്പോഴും എന്തായിരിക്കും? 2നും 4നും ഇടയ്ക്കുള്ള ഏത് നമ്പർ കൊടുത്താലും, ഇപ്പോൾ 3 കൊടുത്താൽ 3 - 2 പ്ലസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ പോസിറ്റീവായിട്ട് വരുന്ന രീതിയിൽ കൂടെ നമ്മൾ മാറ്റിയേക്കും. ഇപ്പോൾ മോഡുലസ് ഉണ്ടോ ഇവിടെ എവിടെയും ഇല്ല, മോഡുലസിനെ എല്ലാം എടുത്ത് നമ്മൾ കളഞ്ഞു. ഇനി നിങ്ങൾ സാധാരണ പോലെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഒത്തിരി സമയം എടുക്കും. ഇതാ അതിൻ്റെ മെത്തേഡ്. അപ്പോൾ ഇതിനുള്ളൊരു ഷോർട്ട് കട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. 0 to 4 മോഡുലസ് ഓഫ് x-2 ഇത് ലീനിയർ ആണെന്നുള്ള കാര്യം ശ്രദ്ധിച്ചോണം കേട്ടോ. ലീനിയർ, ദാറ്റ് മീൻസ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്നെങ്കിലേ ഈ ഷോർട്ട് കട്ട് പറ്റുള്ളൂ. ഈ ഷോർട്ട് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കിയോ, എളുപ്പം നോക്കിക്കോണേ. ഏതെങ്കിലും നമ്പർ ഒന്നുകിൽ ഇത് ഇവിടോട്ട് കൊടുക്കുക, പിന്നെ ഇയാളും കൊടുക്കുക. എക്സിന് ആദ്യം 0 കൊടുക്കുമ്പോൾ 0 - 2 ദ ഹോൾ സ്ക്വയർ. എക്സിന് 4 കൊടുക്കുമ്പോൾ 4 - 2 ദ ഹോൾ സ്ക്വയർ ബൈ 2. ഇതാ ഫോർമുല. ഓക്കെ, ആദ്യം എക്സിൻ്റെ പ്ലേസിൽ 0 കൊടുക്കുക, അപ്പോൾ 0 - 2 ദ ഹോൾ സ്ക്വയർ ചെയ്യണം. പിന്നെ എക്സിന് 4 കൊടുക്കുമ്പോൾ 4 - 2 ദ ഹോൾ സ്ക്വയർ. 0 - 2 ഈസ് -2, സ്ക്വയർ എടുക്കുമ്പോൾ അഗെയിൻ 4. ഇതും 4 - 2 ഈസ് 2, 2 സ്ക്വയർ ഈസ് 4, ദാറ്റ് ഈസ് 4. ആൻസർ ഈസ് 8/2. ഫൈനൽ ആൻസർ ആരെ കിട്ടി? 4. ഇനി ഇതേപോലുള്ള ഏത് ലീനിയർ വന്നാലും ഈ ഷോർട്ട് കട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ ഡെഫിനിറ്റ് ഇൻറ്റഗ്രലിൻ്റെ പ്രോബ്ലമാണ്. 0 to 10 ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് എക്സ്. നമുക്കറിയാം ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമുക്ക് എക്സിൻ്റെ പ്ലേസിൽ ഏത് നമ്പർ എഴുതിയാലും അതിനുള്ളിൽ നിന്നും ഏറ്റവും വലിയ ഇൻറ്റിജറിനെ എടുത്തെഴുതും. ഇപ്പോൾ 2.5 2നെ എടുക്കാം, 3.7 3 എടുക്കാം, അങ്ങനെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മളിങ്ങനെ 10 0 to 1 1 to 2 2 to 3 3 to 4 4 to അങ്ങനെ നമുക്ക് കുറേ എഴുതാനുണ്ട്. ഇങ്ങനെ 0 to 1, നെക്സ്റ്റ് 1 to 2, നെക്സ്റ്റ് 2 to 3, അങ്ങനെ വന്ന് 9 to 10 വരെ എഴുതി വേണം ചെയ്യാൻ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നെടുത്ത് ചെയ്യാൻ. അതിന് നമുക്കൊരു ഷോർട്ട് കട്ട് ഇവിടെയുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി സമയം എടുക്കും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. പക്ഷേ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടാൻ ഇതിനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് വന്നിട്ട് ഇവിടെ 0 to 10 എന്തെങ്കിലും ലിമിറ്റ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഫോർമുല ഇതാ മോനെ, n × n-1/2. n × n-1, n × n+1 അല്ല, ഇവിടെ ഒരു ടൈം 0 പോകുന്നത് കൊണ്ടാണ് ഒരാൾ ഒഴിവാക്കുന്നുണ്ട് n × n-1 ആയത്. അത്രയുമേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, n × n-1/2 എന്ന് പറയുമ്പോൾ n-ൻ്റെ പ്ലേസിൽ 10 ആണ് കൊടുക്കേണ്ടത്. ദാറ്റ്സ് ഓൾ. എന്നിട്ട് n 10 കൊടുക്കുമ്പോൾ 10 × 10 - 1 9/2 കട്ട് ചെയ്യുമ്പോൾ 5. ആൻസർ ഈസ് എത്രയാണ്? 9 × 5 45. ദാറ്റ്സ് ഓൾ. ഓക്കെ,
ഇനി ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഈ രീതിയിൽ കൂടെ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ അടുത്ത ചോദ്യവും നല്ല രസകരമായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇൻ്റഗ്രൽ -1 to +3 x ഇൻറ്റു മോഡുലസ് എക്സ് dx. ഈ മോഡുലസ് എക്സ് വരുന്നതൊക്കെ തന്നെ ഈ പ്രശ്നം. ഈ മോഡുലസ് വരുമ്പോൾ ഈ ലിമിറ്റിനെയൊക്കെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യണം. ഇവിടെ സ്പ്ലിറ്റിംഗ് ലിമിറ്റ് ആരെന്ന് കണ്ടുപിടിക്കാൻ ഇയാളെ 0 നിക്കറ്റ് ചെയ്താൽ മതി. എക്സ് ഈക്വൽ എത്ര തന്നെയാണ്? 0. വേറെ ഒന്നും ഇവിടെ സ്പ്ലിറ്റ് ചെയ്യാനില്ല. എക്സ് ഈക്വൽ 0. അപ്പോൾ സ്പ്ലിറ്റിംഗ് ലിമിറ്റ് 0 തന്നെയാണ്. ദാറ്റ് ഈസ് -1 to 0-ലും നെക്സ്റ്റ് 0 to 3-ലുമാണ് ഈ ക്വസ്റ്റ്യൻ സ്പ്ലിറ്റ് ആവുന്നത്. ലിമിറ്റുകൾ ഇങ്ങനെയാണ് മാറേണ്ടത്. ഇനി ഇതിനുള്ളിൽ എഴുതേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു ഈ മോഡുലസ് എക്സിന് പകരം -x എന്നാണ് എഴുതേണ്ടത്. മിക്ക ലീനിയറിൻ്റെ ക്വസ്റ്റ്യൻസുകളിലും ആദ്യം എഴുതേണ്ടത് ആ മോഡുലസിൻ്റെ നെഗറ്റീവ് വാല്യൂവും രണ്ടാമത് എഴുതേണ്ടത് അതിൻ്റെ പോസിറ്റീവ് വാല്യൂ. മറന്നു പോകല്ലേ. നെക്സ്റ്റ് എക്സ് ഇൻറ്റു +x തന്നെയാണ് കേട്ടോ. +x. അപ്പോൾ മോഡുലസിനെ മാറ്റുമ്പോൾ ഇവിടെ -x എഴുതണം, ഇവിടെ എന്തെഴുതണം? +x. എന്തുകൊണ്ടാണ്? 0-ക്കും 3-ക്കും ഇടയ്ക്കുള്ള എക്സിനെല്ലാം കൊടുക്കുമ്പോൾ പോസിറ്റീവ് അല്ലേ വരത്തുള്ളൂ. ഇവിടെ നോക്കിക്കുക, -1-നും 0-ക്കും ഇടയ്ക്കുള്ള വാല്യൂസുകൾ ഈ എക്സിൻ്റെ പ്ലേസിൽ കൊടുക്കുമ്പോൾ ഈ മൈനസും നമ്മൾ കൊടുക്കുന്ന നമ്പറിൻ്റെ മൈനസും കാണാം. -1-നും 0-ക്കും ഇടയ്ക്കുള്ള എല്ലാ വാല്യൂസും നെഗറ്റീവ് അല്ലേ? -1 to 0 നെഗറ്റീവ് അല്ലേ? ആ നെഗറ്റീവ് നമ്പർ ഇവിടെ വരുമ്പോൾ ഈ -1 ചേരുമ്പോൾ പ്ലസ് ആവും. അതാണ് ഈ നെഗറ്റീവ് അത് കൊടുക്കുന്നതിന് കാരണം. ഇനിയൊന്നുമില്ല, നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. എക്സിൻ്റെ എക്സ് എത്ര മതി? x² അല്ലേ? എക്സിൻ്റെ x² മൈനസ് പുറത്തുണ്ട്. x² ഇൻ്റഗ്രൽ എത്രയാണ്? x³ 3 / -1 to 0. ഇവിടെയും എക്സിൻ്റെ എക്സ് എന്താണ്? x²/2 അല്ല, x² ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ x³ 3 / എത്ര? 0 to 3. ഓക്കെ. അപ്പോൾ ഒന്നുകൂടെ നോക്കിക്കോ, ഈ മൈനസ് ഇങ്ങനെ പുറത്ത് വന്നായിരുന്നു. എക്സിൻ്റെ എക്സ് എന്താണ്? x² ആണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x³ 3. ഇവിടെ x²ൻ്റെ x³ 3 ലിമിറ്റൊക്കെ വ്യത്യാസമുണ്ട്. ഇവിടെ നോക്കിക്കോണം, എക്സിന് നമ്മൾ ആദ്യം 0 കൊടുക്കുമ്പോൾ 0, ഇവിടെ കൊടുക്കുമ്പോൾ -1³ 3. ഓക്കെ. ഇവിടെ കൊടുക്കുമ്പോൾ 27/3 -0 3³ കേട്ടോ. 27/3. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ -1³ എത്ര മതി? -1³ -1 അല്ലേ? ഇത് -1, ഈ -1 വരുമ്പോൾ +1, അപ്പോൾ +1/3. ഈ മൈനസ് പിന്നെ വരുമ്പോൾ -1/3 ആയിട്ട് മാറും. ഓക്കെ അല്ലേ? കറക്റ്റ് ആണല്ലോ. നോക്കണം, -1³ -1, ഈ -2 വരുമ്പോൾ +1, അപ്പോൾ +1/3. ഈ മൈനസ് അകത്തോട്ട് വരുമ്പോൾ -1/3. ഇത് 27/3. ഓക്കെ. രണ്ടോട് ചേരുമ്പോൾ നമുക്ക് 27 - 1 ആൻസർ ഇസ് എത്രയാണ്? 26/3. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ചോദ്യം നമ്മുടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ നിന്നുള്ളതാണ്. അതിൻ്റെ ഷോർട്ട് ട്രിക്ക് പറഞ്ഞുതരാം. tan inverse x plus tan inverse y is equal to 2π/3. Then what is cot inverse x plus cot inverse y? ഈ tan inverse x plus tan inverse y തന്നിട്ട് cot inverse x plus cot inverse y ചോദിച്ചാൽ അതിന് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ പൈയിൽ നിന്നും ഈ 2π/3 അങ്ങ് മൈനസ് ചെയ്താൽ മതി. ദാറ്റ്സ് ഓൾ. അത്രയേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് ഇത് കിട്ടുന്ന മെത്തേഡ്. π - 2π/3 എന്ന് പറയുമ്പോൾ 3π - 2π/3 ആൻസർ ഈസ് ആരാണ്? π/3. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആരാണ്? π/3. ഓക്കെ. ഇനി ഇതെങ്ങനെ കിട്ടും നോക്കണം. നമുക്ക് വേണ്ടത് ആരാ? കോട്ട് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് വൈ അല്ലയോ വേണ്ടത്? ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ എഴുതുന്നത് കോട്ട് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു, ഈ കോട്ട് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്നാണ് കേട്ടോ. പഠിച്ചിട്ടുള്ളത് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് π/2 അതാണ് കേട്ടോ. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് എക്സിന് പകരം ഇങ്ങനെ എഴുതാം. കോട്ട് ഇൻവേഴ്സ് വൈക്ക് പകരം π/2 മൈനസ് കോട്ട് ഇൻവേഴ്സ് വൈ. ഓക്കെ, സോറി, ടാൻ ഇൻവേഴ്സ് വൈ. കോട്ട് ഇൻവേഴ്സ് വൈക്ക് വരാം π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇയാൾക്ക് പകരം ഇങ്ങനെ എഴുതി, ഇയാൾക്ക് പകരം ഇങ്ങനെയും എഴുതി. ഓക്കെ, രണ്ടിനെയും π/2 മൈനസ് എഴുതി. അപ്പോൾ ഇത് π/2 എന്ന് പറയുമ്പോൾ 90, ഇതും π/2 എത്ര മോനെ? 90. 90 + 90 എത്ര? 180. 180 നമ്മൾ എങ്ങനെ എഴുതും? പൈ. ഓക്കെ, അപ്പോൾ ഇവരും ചേർന്നാൽ പൈ. ഇത് മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്, ഇത് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ. മൈനസിനെ കോമൺ എടുത്താൽ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ആരെന്നായി? ടാൻ ഇൻവേഴ്സ് വൈ. ദാറ്റ് ഈസ് പൈ മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എത്ര തന്നിട്ടുണ്ട്? 2π/3. ഓക്കെ ആണല്ലോ. അതാണ് ചെയ്ത് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാം. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഏറ്റവും മാക്സിമം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ കൂടെ ഉള്ള മെറ്റീരിയലും ക്ലാസ്സുകളെല്ലാം തന്ന് നിങ്ങൾക്ക് എക്സാമിന് പോകാൻ പറ്റും. ഓക്കെ, അതിന് നമുക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ നമ്പർ 9846708540 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജോ ജോയിൻ ചെയ്യാം. ഗുഡ് ബൈ.